കുറേ ഗാർഡ് റോഡ്സിൻ്റെ അവിടെ ടേൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ റൈസാണ് പറഞ്ഞത്. ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ അവിടെ വലിയ വൃത്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗാർഡ് റോഡ്സ് കയറാൻ തുടങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളവിടെ ആ ബോർഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാം ഉണ്ടായിരുന്നു. ആ ഡാമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മൾ കസ്റ്റർഡ് ആപ്പിളിൻ്റെ ഒരു വെറൈറ്റി കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഇങ്ങനെ സൈഡിൽ വഴിയോരത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏകദേശം ഇരുട്ടാറായപ്പോഴത്തേക്ക് കൊടൈ ടൗൺ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വീടാണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ. പിന്നെ നമ്മൾ കൊടൈ ആ ഒരു ലേക്കിൻ്റെ അവിടെ സൈഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കൊടൈ ടൗൺ അല്ല എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ അതിനകത്തോട്ട് വില്ലേജാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടൈ ടൗണിൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്യുന്നിടത്ത് വന്ന് നമ്മൾ റൂമൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും പുറത്തോട്ട് പോവുകയാണേ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു നമ്മൾ വന്ന വഴി അല്ലാണ്ട് വേറൊരു കാട്ടുവഴിയുണ്ട്, ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടൗണിലെത്തുന്നു. അപ്പം നമ്മൾ ആ വഴി കൂടെ പോയി. ആ വഴി കൂടെ പോയപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടൈ ടൗൺ മൊത്തം കാണാൻ പറ്റും കേട്ടോ. ആദ്യം ഒരു കാടായിരുന്നു, പിന്നെ ടൗൺ കാണാൻ പറ്റി. പിന്നെ നമ്മളൊരു പള്ളിയുടെ അടുത്തെത്തി. പള്ളിയുടെ അടുത്തെത്തിയപ്പം അവിടെ ആണെങ്കിൽ ഫുള്ള് സിമെട്രിയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ കണ്ടോ, നമ്മൾ ഈ പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ സിമെട്രി. അതിലേക്കൂടെയാണ് രാത്രി പോയത്. അതിലേക്കൂടെ പോയി വേഗം തന്നെ പക്ഷെ നമുക്ക് ടൗണിലെത്താൻ പറ്റി. പിന്നെ നമ്മൾ മുമ്പേ കണ്ടില്ലേ ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ്റെ അവിടെ എത്തി നമ്മൾ കുറച്ച് നടന്നു, അധികം ഒന്നും നടന്നില്ല. പകുതി നടന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ അവിടുന്ന് ഷവർമ മേടിച്ചു. പാഴ്സലാണ് മേടിച്ചത്. എന്നിട്ട് നമ്മൾ റൂമിൽ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. പാഴ്സലൊക്കെ മേടിച്ച് നമ്മൾ റൂമിലോട്ട് പോയി. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോയത്. ഒരു വിജനമായിട്ടുള്ള വഴിയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് പിന്നെ വീണ്ടും കൊടൈക്കനാൽ ടൗണിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉയരം കൂടിയ വഴിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റുമായിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഫസ്റ്റ് പോയ അത്ര ഒരു പേടി തോന്നിയില്ല. തിരിച്ച് വന്നപ്പോൾ നമ്മൾ പോയ റൂട്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ റൂമിലൊക്കെ വന്നു ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇതിപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇനിയും കൊടയുടെ അകത്തോട്ട് പോവാണ്. കുറേ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ പറയാം. ബൈ.